ജോസേ, എടാ കന്നാലി, എന്തുട്ടാണ് നീ കാണണേ? കോളേജിൽ പോയി 4 അക്ഷരം പഠിച്ച് രക്ഷപ്പെടുന്നതിന് പകരം നീ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോ? എടാ ജോസേ, എന്റെ അപ്പനത് എന്തിന്റെ കേടാ? അപ്പനൊന്ന് പോയിക്കേ. എടാ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവോ? നീ എന്നെ മുടിപ്പിക്കാനാണോ പാവം? അമ്മയില്ലാതെ വളർന്ന ഒറ്റ മോനായോണ്ടല്ലേ അപ്പൻ എന്നോട് ഇങ്ങനെ കാട്ടണേ? എന്താ അപ്പ ഒന്നും മിണ്ടാണ്ട് നിൽക്കണേ? എടാ കന്നാലിയെ, നിന്റെ അമ്മയെന്ന് പറയണ സാധനം മരിച്ചത് പിന്നെ ഞാൻ എന്താ വേറൊരു കല്യാണം കഴിക്കാഞ്ഞെന്ന് നിനക്കറിയാവോ? അത് അപ്പന് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ആടാ മോനെ, ഞാൻ വേറെ കിട്ടിയ എനിക്കൊരു ഭാര്യയെ കിട്ടും. പക്ഷേ നിനക്കൊരു നല്ല അമ്മ ഉണ്ടായില്ലെങ്കിലോടാ. അതൊക്കെ പോട്ടെ. നീ ആദ്യം നിന്റെ സാത്താന്റെ പെട്ടി എടുത്തുനിന്ന് മാറ്റി വെച്ചേ, എന്നിട്ട് മോനെ ബൈബിൾ എടുത്തുനിന്ന് വായിക്കേ. ദേ അപ്പൻ ആ പറഞ്ഞ വർത്താനം അവിടെ വെച്ച് നിർത്തിക്കോ. ഈ പ്രാർത്ഥന, പള്ളി പോക്ക്, സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്തേക്ക് ഇനി വരാൻ നിൽക്കണ്ടട്ടാ. അപ്പം പറഞ്ഞ സാത്താന്റെ പെട്ടിയുമായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാമേ. അച്ഛന്മാര് വരുന്നതാണല്ലോ. അച്ഛന്മാരെ കേട്ടോ, ഞങ്ങൾ ദിവസമാണ് വികാരിയച്ഛൻ പള്ളിയിൽ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? സ്നേഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഗസ്റ്റിന് വന്നതാ. വികാരിയച്ഛൻ പള്ളി വിളിച്ച് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുക. അതെന്തിനാ ഇത്രയും സമയം കാത്തിരുന്നത്? നിങ്ങളുടെ കാശ് വരുന്ന ഒരു കടം മേടിച്ചിട്ടില്ല. എന്റെ പൊന്നു ചമ്മാച്ചന്മാരെ, ഈ കുരുത്തം കെട്ടവനെ കുറിച്ച് പറയാനാണ് ഞാൻ കാത്തിരുന്നത്. ഇവനെ പെറ്റെന്റെ കയ്യിലേക്ക് ഇട്ടിട്ട് എന്റെ സൂസന്നമ്മ കർത്താവിലേക്ക് ഓടിക്കേറി പോയപ്പോ തൊട്ട് തുടങ്ങിയതാ എന്റെ ഈ തലവിധി. ഏത് നേരത്തും ആ മൊബൈൽ പിടിച്ച് ആ മൂലയ്ക്ക് പോയി. പിന്നെ ഒന്ന് പള്ളി പോടാ, കുമ്പസാരിക്കടാ എന്ന് പറഞ്ഞാല് ഏതാണ്ട് കുട്ടിച്ചത്ത കുരിശ് കണ്ട പോലെയാ. ഓ, ഇപ്പോഴത്തെ അപ്പന്മാർക്കൊന്നും പറയാൻ പാടില്ലല്ലോ. ന്യൂജൻ അല്ലേ, ന്യൂജൻ. എന്റെ അപ്പച്ച ചൂടാവല്ലേ? ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അതിനെ അങ്ങനെയൊക്കെ കണ്ടാ മതിയെന്നേ. അപ്പച്ച, സ്നേഹം കൊണ്ടല്ലാതെ ഈ മക്കളെ ഒന്നും നമുക്ക് അടുത്തറിയാൻ പറ്റില്ല. എന്നാലും ഒരു നിയന്ത്രണമൊക്കെ നല്ലത് തന്നെയാണ്. ജോസ്, നീ ആ ബൈബിളിൽ നിന്ന് ഒരു വചനം എടുത്ത് വായിച്ച് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. ഞാൻ ഈ സാധനം തൊട്ടിട്ട് തന്നെ കുറെ കാലമായി. എന്തായാലും ബ്രദർ പറഞ്ഞതുകൊണ്ട് വായിക്കാം. ഉത്തമഗീതം 8:4. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. അപ്പച്ച, എടാ ജോസേ, ഞങ്ങളെന്ന് ഇറങ്ങിക്കുക. അടുത്ത വരവിന് വിശദമായി പരിചയപ്പെടാം. നന്ദിയുണ്ട് ചമ്മാച്ചന്മാരെ. അവന്റെ ഒരു പ്രേമം. വചനം വായിക്കാൻ പറയുമ്പോൾ ഇതാണോ വായിക്കുന്നേ? പേര് കേൾപ്പിക്കാനുണ്ടായവൻ. ഈ അപ്പന് പ്രണയത്തെ കുറിച്ച് എന്തറിയാനാ? അല്ലേലും ഈ അപ്പന്മാർക്ക് പ്രണയത്തെ കുറിച്ച് എന്തറിയാം? പ്രണയം മുൾച്ചെടിക്ക് പോലും സൗന്ദര്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. അതൊരു ഫീലിംഗ് ആണ്. ശരിയാക്കോടാ. കണ്ണി കണ്ട പെണ്ണുങ്ങളെ നീ ഇങ്ങനെ പ്രണയിച്ച് നടന്നോട്ടാ. എന്റെ അപ്പ അത് കണ്ണി കണ്ട പെണ്ണൊന്നുമല്ല. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സൂര്യാണ്. സൂര്യൻ, ചന്ദ്രൻ, മണ്ണാങ്കട്ട, പ്രേമം. ഇന്നത്തെ കാലത്ത് പ്രണയിച്ച് നടന്നാലുണ്ടല്ലോ ജീവിതം കോഞ്ഞാട്ട. അതിന് പകരം നിനക്ക് പള്ളിയിൽ പോയി CLCയിലോ KCYയിലോ ആക്റ്റീവ് ആവാൻ പാടില്ലടാ മോനെ. അല്ലേ വേണ്ട, ഉള്ള സമയത്ത് അപ്പനെ കടയിലൊന്നും സഹായിക്കാൻ പാടില്ലേ? ഓ, അപ്പം പറഞ്ഞ കേട്ടാ തോന്നും ലുലുമാളാണ് അവിടെ കണ്ടുവച്ചേക്കണേ. ലുലുമാളൊന്നല്ലെങ്കിലും ഇത്ര നാള് നിന്നെ വളർത്തിയത് ഈ പച്ചക്കറി കട ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനത് മറന്നു.
ജോസുട്ടി, ഞാൻ കടയിലേക്ക് പച്ചക്കറി എടുക്കാൻ പോവാട്ടാ. ആ, ഇന്ന് കൂടെ വരുന്നത് പുതിയ ഒരുത്തനാ. ജോസുട്ടി, എടാ കാശ് കിട്ടണം, ബാഗിങ് എടുത്തേ. എടാ ഞാനൊന്ന് വരാൻ വൈകൂട്ടോ. അവൻ എന്തിനായും പള്ളിയിൽ കൊണ്ടുവന്നു. അവനെ വിളിക്കാനാ ഞാൻ വന്നത്. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ലേ? ഞാൻ തരില്ലച്ചോ. അപ്പനൊന്ന് കടയിൽ പോയേ, ദൈവമൊന്നും ഇല്ലച്ചോ. ഇതൊക്കെ നിങ്ങളുടെ ഒരു തട്ടിപ്പാണ്. ഒരു ദൈവവും പള്ളിയും പട്ടക്കാരും. മനുഷ്യന്റെ ചങ്കിലെ വേദന ദൈവത്തിന് അറിയാമോ അച്ചോ? നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ചോ, അച്ഛന്റെ ദൈവം പരമകാരുണ്യവാനല്ലേ. എന്നിട്ടും കൊതി തീരെ എന്റെ അമ്മയൊന്നു കാണാൻ എന്തുകൊണ്ട് ദൈവം സമ്മതിച്ചില്ല? എന്റെ കൂട്ടുകാരൊക്കെ അവരുടെ അമ്മയെ പറ്റി പറയുമ്പോ 100 നാവാ. എന്നിട്ട് എനിക്ക് മാത്രം. ജോസൂട്ടി, ദൈവം സ്നേഹിക്കുന്നവരെ ശുദ്ധീകരിച്ച് തന്നിലേക്ക് അടുപ്പിക്കുമെന്ന് നിനക്കറിയാമോ? അത് നിനക്ക് ദൈവത്തിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്. ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത അവന്റെ കൃപ ഒരുവനിൽ നിറഞ്ഞാൽ പിന്നെ അവൻ നിരന്തരം ശുദ്ധീകരിക്കപ്പെടും. ഒരു തട്ടാൻ തന്റെ ആലയിൽ സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ അവന്റെ ജീവിതാനുഭവത്തിന്റെ അഗ്നിയിൽ അവ സ്ഫുടം ചെയ്യും. പത്തരമാറ്റുള്ള തനി തങ്കമായി രൂപപ്പെടുന്നത് വരെ. ഇത്രയും ദൂരത്തൊക്കെ പോകുമ്പോ നോക്കിയും കണ്ടും പോകണമെന്ന് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നോക്കിക്കോളും, കർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ എന്തായി? കൂട്ടുകാരാണെന്ന് പറഞ്ഞ് കൂടെ കൂടിയവൻ കാലും തല്ലിടിച്ച് കാശുമായി കടന്നു കളഞ്ഞില്ലേ? എടാ ജോസൂട്ടി, ബൈബിളിൽ ജോബ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ജോബ്. എന്നിട്ടും ദൈവം എന്തോരം കഷ്ടപ്പാടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടാനാണ് ഈ കഷ്ടപ്പാടൊക്കെ. ആ, ഉള്ള കാശും പോയി കാലൊടിഞ്ഞ് വീൽ ചെയറിലിരിക്കുമ്പോ വേറൊന്നും പറയാനുണ്ടാവില്ലല്ലോ. ഏതായാലും ഞാൻ കോളേജിൽ പോവാ. അപ്പൊ തന്നെ നേരം വൈകി. സ്തോത്രം. സാത്താന്റെ കയ്യിലകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ദൈവസ്നേഹമില്ലാത്ത തലമുറയെ സൂക്ഷിക്കുവിൻ. കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് വേഗം വരുന്നു. ചേച്ചി, ആ സെന്റ് തോമസിലേക്കുള്ള ബസ് പോയി? ആവോ, എനിക്കറിയത്തില്ല. എന്റെ ഈശോയെ, ദേ ബസ് ഇടിച്ചു. കർത്താവിന് സ്തോത്രം. അപകടത്തിൽപ്പെട്ട നിന്റെ സഹോദരനെ സഹായിക്കാൻ എന്തിനു നീ മടി കാണിക്കുന്നു? അതാ ഒരു യുവ സഹോദരൻ ആ വ്യക്തിയെ സഹായിക്കാൻ തയ്യാറാകുന്നു. കർത്താവേ, നിനക്ക് സ്തോത്രം. ഞാനോ? നിങ്ങൾ പോയി സഹായിച്ചാൽ മതി. കർത്താവേ സ്തോത്രം. നീ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവേ സ്തോത്രം. ഇതും തലയിലായി. എന്ത് കഷ്ടാണ്. അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തു കൂടെ കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് അനുകമ്പ തോന്നി. ഓ, എന്തൊരു കാലുവേദനയാണത്! എന്റെ ദൈവമേ! ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, എന്റെ വീട്ടിൽ കയറിട്ട് പോവാ. ആവോ ബൈ. അകത്തോട്ട് കയറി വാ. ചേട്ടന്റെ വിവാഹം ഇത് പുതിയ മാക്കാറ് ചേട്ടാ.
ഞാൻ കാരണം ചേട്ടന് കുറെ പ്രോബ്ലംസ് ഉണ്ടായില്ലേ? കൊച്ചു പ്രോബ്ലം നഹീബായി ബായി ഇരിക്കുന്ന പുള്ളിക്കാരനാണ്. ഏത് നേരവും ബൈബിൾ പിടിച്ചോണ്ടിരിപ്പ. അപ്പാ ഇതാരാ വന്നേക്കണ നോക്കിയേ? എൻ്റെ ഒരു പുതിയ കൂട്ടുകാരനാ. എടാ സന്തോഷേ, നീയോ? സോറി ചേട്ടാ, പറ്റിപ്പോയി ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. നിനക്ക് നേരത്തെ അറിയോ? ആ ചേട്ടാ, ചേട്ടന്റെ കാല് തല്ലി പിടിച്ച് പണവുമായി കടന്ന് ഞാനാണ് ചേട്ടാ, ഞാനാണ്. ക്ഷമിക്കണം ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ആ നിന്നെ ഞാൻ എടാ ജോസേ, വിടാ. ഇവനെ വിടാനാ? ഇവല്ല അവന്റെ കാല്. നിന്നോടാ പറഞ്ഞേ, വിടാ, പിടിവിടാ. എടാ ജോസൂട്ടി, ആരാണ് തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ളത്? ഞാനും നീയും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരല്ലേ? എന്നിട്ടും ദൈവം നമ്മളോട് ക്ഷമിക്കുന്നില്ലേ? അതും എത്ര വട്ടം? നമുക്ക് ഒരു വട്ടം ഒന്ന് ക്ഷമിക്കാറാ മോനെ. ഈ വിശുദ്ധ ബൈബിളിൽ ഒരപ്പന്റെ കഥ പറയുന്നു. മക്കളുടെ തെറ്റുകൾ ഒരുപാട് ക്ഷമിക്കുന്ന ഒരപ്പന്റെ കഥ. ആ അപ്പനെ പോലെയാകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവരും നമ്മളും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? ആ നീ ഇതൊക്കെ വിട്ടേ, നീ വാ, നമുക്ക് പള്ളിയിലേക്ക് പോ. എടാ സന്തോഷിനെ കൂട്ടിക്കോ. സന്തോഷേ, നീ വാട്ടാ. ആ ചേട്ടാ, ശരി ചേട്ടാ. അപ്പം പറയാനുള്ള ദൈവത്തെ ഞാനിപ്പോ കണ്ടപ്പാ. നീ ദൈവത്തെ കണ്ടെന്നോ? അതെ അപ്പാ, അപ്പന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന് മുമ്പിലുണ്ടല്ലോ ഞാൻ ദൈവത്തെ കണ്ടു. വാ അപ്പാ, നമുക്ക് പള്ളിയിലേക്ക് പോകാം.